എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് റില്ലി മാത്യു. ഞാൻ എലൈറ്റ് എക്സ്പെർട്ടൈസിൽ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എലൈറ്റ് എക്സ്പെർട്ടൈസ് ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ക്യാപ്സ്, ഇന്ത്യൻ ഫാർമസിസ്റ്റ് റിട്ടൺ എക്സാം, ഇന്ത്യൻ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം, PEBC, PTE, റീസെന്റ് ആയിട്ട് ഓപ്ര ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഡയറക്ടേഴ്സ്, ലെക്ചറേഴ്സ് മിസ്സസ് ഹാരികയും മിസ്റ്റർ ഹാരിഫ് മുഹമ്മദുമാണ്. ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. റീസെന്റ് നമ്മുടെ ജൂലൈ ബാച്ചിന്റെ ക്യാപ്സ് എക്സാമിന്റെ റിസൾട്ടിൽ എലൈറ്റ് എക്സ്പെർട്ടൈസിന് 95% പാസിംഗ് റേറ്റ് ഉണ്ട്. അതിൽ ക്യാപ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് ഡീന. ഡീന നമ്മളോട് കൂടെ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഡീന. എന്ത് തോന്നുന്നു? ഹാപ്പി, വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പാസ്സാവുന്ന. കാരണം എനിക്ക് 2 കുഞ്ഞു മക്കളാണ്. ഒരാള് 2.5 വയസ്സ്, ഒരാള് 1 വയസ്സ്. ഞാൻ പുറത്താണ്, ഒമാനിലാണ്, വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഡീനയുടെ ബാക്ക്ഗ്രൗണ്ട് എവിടെയാ പഠിച്ചത്? എപ്പോഴാ ഗ്രാജുവേഷൻ ഫിനിഷ് ചെയ്തെന്നൊക്കെ ഒന്ന് പറയാമോ? ഞാൻ 2017 ഫാം ഡി ബാച്ച് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 6 മാസം ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുള്ളൂ. പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, എന്തുകൊണ്ടാ ക്യാപ്സ് ചൂസ് ചെയ്തത്? ക്യാപ്സ് ചൂസ് ചെയ്യാൻ കാരണം ഇവിടെ ഞാൻ ജോലിക്ക് വേണ്ടി കുറെ ട്രൈ ചെയ്തായിരുന്നു. എക്സാം ഒക്കെ പാസ്സായി. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസിന്റെ കുറവുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 3 ഇയർ മിനിമം എക്സ്പീരിയൻസ് വേണം. 6 മന്ത് കൂടുതൽ ഗ്യാപ്പ് പാടില്ല. അപ്പൊ അങ്ങനെ എനിക്ക് ഇവിടെ ജോലി കിട്ടിയില്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ക്യാപ്സിന് അങ്ങനെ എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ട്രൈ ചെയ്തു. എത്ര മാസം ക്യാപ്സ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? എത്ര മാസം ക്യാപ്സ് പ്രിപ്പയർ ചെയ്തു? ശരിക്കും മാർച്ച് തുടങ്ങി ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ ശരിക്കും പഠിച്ചു തുടങ്ങിയത് ഒരു മാസമാണ് ഞാൻ പഠിച്ചുള്ളൂ. കാരണം കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം. ക്ലാസ് അറ്റൻഡ് അന്നാന്ന് ചെയ്യാൻ നോക്കിയായിരുന്നു. പിന്നെ എനിക്ക് ഹസ്ബൻഡിന് ഓഫ് കിട്ടുമ്പോ നോക്കും. 1 മാസം അമ്മേനെ കൊണ്ടുവന്നു. ആ 1 മാസം നോക്കിയായിരുന്നു ഞാൻ. റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ നന്നായി ട്രൈ ചെയ്തു. പിള്ളേർക്ക് എത്ര വയസ്സുണ്ട്? 2 പേർക്കും? ഒരാൾക്ക് 2.5 വയസ്സ്, ഒരാൾക്ക് 1 വയസ്സ്. ഒത്തിരി കൊച്ചു പിള്ളേരാണല്ലോ. എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ ക്യാപ്സ് പ്രിപ്പറേഷന്? സാറും മാം പറയുന്നത് അതുപോലെ ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നോട്ട്സ് ആയാലും മാം പറഞ്ഞായിരുന്നു നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യരുത്. അപ്പൊ അവസാനമൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മറന്നു പോണ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്തു. അല്ലാതെ വേറെ നോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാറും മാം പറയുന്നത് അതുപോലെ ഫോളോ ചെയ്തു. അതുപോലെ തന്നെ കാൽക്കുലേഷൻ ആയാലും അവസാനത്തെ റില്ലിയുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, പറഞ്ഞായിരുന്നല്ലോ 10 ക്വസ്റ്റ്യൻസ് വെച്ച് എല്ലാ ദിവസവും ചെയ്തായിരുന്നു. ഞാൻ അവസാനത്തെ ഒരു 2 ആഴ്ച ഞാൻ കാൽക്കുലേഷൻ തൊട്ടുള്ളൂ. ആ 2 ആഴ്ച ഞാൻ ഒരു 20 ക്വസ്റ്റ്യൻസ് വെച്ച് ദിവസവും ചെയ്തു നോക്കി. അങ്ങനെ നമുക്ക് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ഉണ്ടല്ലോ എക്സാമിന്, ക്യാപ്സ് എക്സാമിന്. അപ്പം ഇതൊക്കെ ടാക്കിൾ ചെയ്യാൻ എലൈറ്റ് എക്സ്പെർട്ടൈസ് എങ്ങനെ ഹെൽപ്പ് ചെയ്തേ? എനിക്ക് പേപ്പർ 1 സാറും മാം പറഞ്ഞ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ആ ക്വസ്റ്റ്യൻസ് വരും എന്ന് ഉറപ്പ് വിചാരിച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പൊ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ആകെ വിഷമായിരുന്നു. പക്ഷെ നമുക്ക് ആ കൺസെപ്റ്റ് ഉള്ളിലുള്ളത് കൊണ്ട് എങ്ങനെ ചെയ്താലും നമുക്കൊരു സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴായാലും നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴായാലും ഒരു 50% എബോവ് നമുക്ക് കിട്ടുമായിരുന്നു. ആ കൺസെപ്റ്റ് കൊണ്ട് മാത്രമാണ്. അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ ഫുൾ പഠിച്ചോണ്ടിരിക്കുന്ന ആളൊന്നല്ല ഞാൻ. എത്ര സ്ട്രോങ്ലി എലൈറ്റ് എക്സ്പെർട്ടൈസിനെ വേറൊരു ക്യാപ്സ് ആസ്പിരന്റിന് റെക്കമെൻഡ് ചെയ്യും? അത് ഞാൻ 100% മേലെ എന്തായാലും ചെയ്യും. ഓൾറെഡി എന്റെ 2 ഫ്രണ്ട്സ് ജോയിൻ ചെയ്തു. ഇപ്പൊ നവംബർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്റെ 2 ഫ്രണ്ട്സ്. സോ ഫൈനലി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് കൊടുക്കാനുണ്ടോ ഇനിയുള്ള ക്യാപ്സ് എഴുതുന്നവരോട്? സാറും മാം പറയണത്
അതുപോലെ കേൾക്കുക, അതുപോലെ ഫോളോ ചെയ്യുക. ഇതില് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഡീനയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഭംഗിയായിട്ട് നടക്കട്ടെ. കൺഗ്രാറ്റുലേഷൻസ് ഒന്നുകൂടി, ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇന്റേൺഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റട്ടെ, വിസയൊക്കെ വരട്ടെ, PT ഒക്കെ എഴുതിയെടുക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്.